ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ജൂതന്മാരാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരു സമുദായം എന്ന് പറയുന്നതും ജൂത സമുദായമാണ്. എന്നിട്ടും ചിലരുടെ കണ്ണിൽ, ചിലരുടെ പൊത്തകത്തിൽ ജൂതർ തന്നെയാണ് ശത്രുക്കൾ. ഈ ജൂത ശത്രുത ഉള്ളതുകൊണ്ട് തന്നെയാണ് പലസ്തീനിന് പിന്തുണ കൊടുക്കാനും പലർക്കും തോന്നുന്നത്. അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ചൊന്നും ഓർത്തുള്ള വേവലാതിയൊന്നുമല്ല അടിസ്ഥാനപരമായിട്ട് ഈ പലസ്തീൻ പിന്തുണയ്ക്ക് പിന്നിൽ. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ജൂത വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയും അമേരിക്ക വിരുദ്ധതയൊക്കെയാണ്. ഇന്ത്യ വിരുദ്ധത. അതെ, ഇന്ത്യ വിരുദ്ധതയും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ യൂറോപ്പ് വലിയ ഭീതിയിലാണ്. ഇപ്പോൾ ഭീതിയിലെന്ന് പറഞ്ഞാൽ ഇസ്ലാം ഭീതിയിലാണ് യൂറോപ്പ്. ആ ഇസ്ലാം ഭീതിയിൽ നിന്ന് യൂറോപ്പിനെ രക്ഷിച്ചെടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ആണെന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. ഇസ്രായേൽ ഒരു വലിയ മതിൽ പോലെ ഇങ്ങനെ നിലകൊള്ളുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജൂതവിരുദ്ധതയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചോദ്യം. കാരണം അത് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജൂതവിരുദ്ധതയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണ്? ജൂതന്മാരോട് എന്തിനാണ് ഇത്ര വലിയ ശത്രുത? അതെന്നും ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ്. ഇവിടെ ജെറുസലം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുമ്പോൾ, അല്ലെ, യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലിനെ ഒരു പുതിയ രാജ്യമായിട്ട് അംഗീകരിക്കുമ്പോൾ അതിൽ ജെറുസലത്തിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടും. അല്ലെ, ജെറുസലം ഒരു തർക്ക സ്ഥലമാകാണ്. മക്ക പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു പുണ്യസ്ഥലമാണ് ജെറുസലം. അല്ലെ, അവർക്ക് അവകാശപ്പെട്ടത് അവരുടെ പിതൃസ്വത്താണ് എന്നുള്ള മട്ടിലാണ് ജെറുസലത്തിന് അവർ കണ്ടിരുന്നത്. മറുവശത്ത് ഇവരും അങ്ങനെ തന്നെ. ജൂതർക്കും ജെറുസലം പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. അവരുടെ പരമ്പരാഗത ഇത് തന്നെയായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി വന്നു കഴിഞ്ഞപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് മാറുകയും പുതിയ ഗവൺമെൻറ് UN സമ്മേളനത്തിൽ എന്തിനെ ഒരു പുതിയ രാജ്യമായി പ്രഖ്യാപിച്ചു? ഇസ്രായേലിനെ പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു ഏറ്റവും എത്ര വൈകാരികമായിട്ട് ജൂതന്മാർ ജെറുസലിനെ കാണുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് UN പ്രഖ്യാപനം വന്ന അതിലൊരു കാര്യം ഉണ്ടായിരുന്നു. ജെറുസലം കോമൺ ആക്കുന്നു. ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും ജൂതർക്കും കോമൺ ആയിട്ടുള്ള ആരാധനാ കേന്ദ്രമായിട്ട് എന്തിനെ മാറ്റി? ജെറുസലത്തെ മാറ്റി. അത് ഓരോ ജൂതനും അവൻ്റെ ചങ്ക കത്തി കയറ്റി തുല്യമായിരുന്നു. അതിന് പറയുന്ന ഒരു വാചകം തന്നെയുണ്ട്, റിസറക്ഷൻ ഓഫ് ബോഡി. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വിത്തൗട്ട് സോൾ, ആത്മാവില്ലാത്ത ശരീരത്തിൻ്റെ പുനർജനി. ജെറുസലമില്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്നത് ആത്മാവില്ലാത്ത ഇസ്രായേലിന് തുല്യമാണ്. ആത്മാവ് ഞങ്ങൾക്ക് വീണ്ടെടുത്തേ പറ്റൂ എന്നൊരു നിലപാടോടെ എടുത്തു. സ്വാഭാവികമായിട്ടും ജെറുസലം വിട്ടുകൊടുക്കാൻ ആര് തയ്യാറില്ല? അറബികളും തയ്യാറില്ല. എന്നങ്ങ് തർക്കം തുടങ്ങുകയാണ്. ഈ തർക്കം ഒരു ബ്രിട്ടീഷ് പാരമ്പര്യം അനുസരിച്ച് ബ്രിട്ടൻ എവിടെയെല്ലാം കോളനിയായിട്ടുണ്ടോ, ഏതെല്ലാം രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ടോ ബ്രിട്ടൻ, അവിടങ്ങളിലെല്ലാം പരസ്പരം തമ്മിത്തല്ലുണ്ടാക്കിയിട്ടേ ബ്രിട്ടൻ പോകുന്നിട്ടുള്ളൂ. ഇത് ബ്രിട്ടൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ പരിഹരിക്കാൻ 100 മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ബ്രിട്ടൻ അതിനല്ല ശ്രമിച്ചത്. ആ കുഴപ്പമോടെ ഉണ്ടാകാനാണ് ശ്രമിച്ചത്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ, ഇതെല്ലാം എവിടെയെല്ലാം തർക്കങ്ങൾ ഉണ്ടാക്കുക അവിടെയെല്ലാം ബ്രിട്ടൻ തർക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയും അത് തന്നെ ബ്രിട്ടൻ ചെയ്തു. പക്ഷേ അന്ന് തൊട്ട് സ്റ്റെഡ്ഫാസ്റ്റായിട്ട് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റൊരു രാജ്യം USA ആണ്, അമേരിക്കയാണ്. അതിന് വേറെ കാരണങ്ങൾ. അപ്പോൾ ഇവിടെ ഈ തർക്കം നിലനിൽക്കുന്നത് മൂപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതല്ലേ പരിഹരിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആരാണ്ട് ഇവനോട് ബുദ്ധി ഉപയോഗിച്ചു. അതാണ് ലോക ചരിത്രത്തിൽ പഠിക്കേണ്ട പാഠം. അത് മോഡിയും പഠിക്കണം, നെതന്യാഹുവും പഠിക്കണം, ട്രംപും പഠിക്കണം, ഒബാമയും പഠിക്കണം. പാഠം എന്താ? രാജ്യം നിലനിൽക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ശക്തി അല്ല ആവശ്യം. ഫിസിക്കൽ പവർ മാത്രം പോരാ. ഫിസിക്കൽ പവർ ഉണ്ടെങ്കിൽ യോം കിപ്പൂർ യുദ്ധത്തിൽ 7 ഇസ്രായേലെ ആക്രമിക്കാനായിട്ടുണ്ടായിരുന്നത് ഈജിപ്ത്, സിറിയ, ജോർദാൻ, ലെബനൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ചേർന്ന് സംഘടിതമായിട്ട് ആരെ ആക്രമിച്ചു? ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റിയോ? മാത്രമല്ല, ഇസ്രായേലിൻ്റെ പകുതി പ്രദേശങ്ങൾ, ഈ അറബി പ്രദേശങ്ങൾ, പകുതി പ്രദേശങ്ങൾ, ഈ ഗാസ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ പകുതി പ്രദേശങ്ങൾ ആരുടെ കൈ വന്നു? പാലസ്തീന് നഷ്ടപ്പെടുകയാണ്, ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വരികയാണ്. അത്രയും പേര് ഒരുമിച്ച് ചേർന്നിട്ട് പോലും ഇസ്രായേലിനെ പോലെ കേരളത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ചെറു രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റാതിരുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെ കാരണങ്ങളുണ്ട്. ആ കാരണം ഇപ്പോഴും തുടരുന്നു.
തോൽപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ കൊല്ലാമെന്ന് ആഗ്രഹമുണ്ട്. കുടിക്കാനുള്ള വെള്ളം 100 കിലോമീറ്റർ അകലെ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന പൈപ്പുകൾ, വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകൾ വരെ മുറിച്ച് പട്ടിണി കിടന്ന് മരിക്കട്ടെന്ന് പറഞ്ഞവരുണ്ട്, നേതാക്കന്മാരുണ്ട്, അറബി നേതാക്കന്മാരുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ നിന്നാണ് ഇസ്രായേൽ പോരാടി ജയിച്ചു വരുന്നത്. അവിടെ ഇസ്രായേലിന് കൈവശം തലച്ചോറുണ്ട്. ലോകത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളിലെല്ലാം പുറകെ ജൂതനുണ്ട്. എത്ര ഇസ്ലാമുണ്ട്? ഇപ്പം എത്ര പാലസ്തീൻകാരനുണ്ട്? ഭയങ്കര ബുദ്ധിയാണ് ജൂതന്മാർക്ക്. ബുദ്ധിയുള്ളവരാണ്. അല്ല, ബുദ്ധി അല്ല, അവൻ സർവൈവലിൻ്റെ പ്രശ്നമാണ്. ഇതെങ്ങനെ നമ്മൾ വഴി അങ്ങനെ കരസ്ഥമാക്കിയ ബുദ്ധിയാണ്. അങ്ങനെ കരസ്ഥമാക്കി നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ചുറ്റുവട്ട ശത്രുക്കളാണ്, നിലനിന്നേ പറ്റൂ. പക്ഷെ ചുറ്റുവട്ടം ഇസ്ലാമിൻ്റെ വേണ്ടിയല്ല ശത്രു നമ്മൾ മനസ്സിലാക്കണം. എന്തേ മലേഷ്യ എങ്ങനെ ശത്രുവാകാത്ത? ഇന്തോനേഷ്യ ശത്രുവായിട്ടുണ്ടോ? എനിക്ക് ഇസ്ലാമിന് ഇസ്ലാം ഭയങ്കര ന്യൂനപക്ഷമാണ് എന്ന് പലരും പറയുമ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാനും കോമഡി ആയിട്ടാണ് തോന്നാറ്. എന്ത് ന്യൂനപക്ഷം? ന്യൂനപക്ഷം യഥാർത്ഥത്തിൽ ജൂതനാണ്. ജൂതനെ പോലെ ഇവിടെ 600 വർഷം ഭരിച്ചവരാണ് മുസ്ലിങ്ങൾ. ഇവിടെ ന്യൂനപക്ഷമാകുമോ? 600 വർഷം ഇവിടെ ഇന്ത്യ ഭരിച്ചവരാണ് മുഗളന്മാർ. അപ്പോൾ ന്യൂനപക്ഷമാണോ? അവരാണ് ഭരിച്ചിരുന്നത് ഹിന്ദുക്കളെ 600 വർഷത്തോളം. ചെറിയ കാലമല്ല. അല്ല, ഈ ഇസ്ലാമിനുള്ള ഈ ന്യൂനപക്ഷ പരിരക്ഷയുണ്ടല്ലോ, ഇത് എടുത്തു കളയണം ശരിക്കും. അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. തന്നെത്താൻ ഇല്ലാതായിക്കോളൂ. തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെ അവർ തന്നെ വേണ്ടെന്ന് പറയും. ഇസ്ലാം തന്നെ വേണ്ടെന്ന് പറയും. കാരണം വേറൊരു നല്ല ഇസ്ലാം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. സൗദി അറേബ്യയുടെയൊക്കെ ലീഡർഷിപ്പിൽ കലാപങ്ങൾ അതായത് ഇസ്ലാമിന് കൊടുക്കുന്ന ഈ ന്യൂനപക്ഷ പരിരക്ഷ എടുത്തു കളഞ്ഞിട്ട് അത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ക്രിസ്ത്യാനികൾക്കും അതോടൊപ്പം തന്നെ ജൂതന്മാർക്കും മറ്റ് ബുദ്ധന്മാർക്കും മറ്റാളുകൾക്കൊക്കെയാണ്. കേരളത്തിൽ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊടുക്കുകയാണെങ്കിൽ ഹരിജൻ ആദിവാസി വിഭാഗത്തിന് കൊടുക്കണ്ടേ? മറ്റുള്ളവരെല്ലാം ജീവിക്കാൻ ചുറ്റുപാടുള്ളവരാണ്, ഏത് വിഭാഗവും. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ പരിരക്ഷ എന്നല്ല പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവർ ഭയങ്കര റിലീജിയസ് ആവും. ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാമജന്മഭൂമി തൊഴാൻ പോകുന്നതിനെ പറ്റി പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കാരെന്നറിയോ? കാന്തപുര. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ പോകാൻ പാടില്ല. അത് BJP സഹായിക്കുകയില്ലയോ? കാന്തപുരം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി അതിൻ്റെ പേരിൽ സോണിയാഗാന്ധി അങ്ങോട്ട് പോകാതിരുന്നാൽ അതാരെയാണ് സഹായിക്കുന്നത്? അതെ, BJP സഹായിക്കും. അപ്പോൾ BJP വളർത്തുക എന്നുള്ള ജോലിയും കൂടി ഇവർ കൂടുതൽ ചെയ്യുന്നുണ്ട് കേരളത്തിൽ. മറ്റു രാജ്യങ്ങൾ പറയാൻ പറ്റില്ല. കാന്തപുരത്തിൻ്റെയൊക്കെ പണി ഏതാ? ഹിന്ദുക്കളെ ചൊറിയും, അതിൻ്റെ പേരിൽ ഇതായിട്ടങ്ങ് വരും. ഇതാണ് സംഭവം. പിന്നെ ആചാരങ്ങൾ. ഇപ്പോൾ മുത്തലാഖ് ഹിന്ദു മതത്തിലാണ് പണ്ട് മാറ്റിക്കളഞ്ഞനെ, ക്രിസ്തു മതത്തിലാണ് മാറ്റിക്കളഞ്ഞനെ. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ നടക്കുകയില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ നടക്കാൻ പറ്റുന്ന സ്ഥലം ഏതാ? ഇസ്ലാമാണ്. ഇസ്ലാമിലൊരു കറക്റ്റീവ് ഫോഴ്സ് അല്ല. ഇന്ത്യയിൽ ആരാണ് ഇസ്ലാമിനെ കാട്ടിലും ന്യൂനപക്ഷം? ആരാണ്? ക്രിസ്ത്യാനി തന്നെയാണ്. ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാത്തത്? ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യം അവർക്കില്ല. അല്ല, നമ്മൾ ഈ ന്യൂനപക്ഷ പരിരക്ഷയെ കുറിച്ചൊക്കെ ഇങ്ങനെ വലിയ വീരവാദം മുഴക്കുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണെന്നുള്ള തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും. ക്രിസ്ത്യാനി അപ്പം ന്യൂനപക്ഷമല്ലേ? അല്ല, അതിന്റെ വേറൊരു പ്രശ്നം. അല്ല, ഞാൻ അത് ഒരു ശരിക്കും ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ കാട്ടിലും ന്യൂനപക്ഷം ഇവിടെ ക്രിസ്ത്യാനികളാണ്. അല്ല, ക്രിസ്ത്യാനി ന്യൂനപക്ഷം ഇമ്പോർട്ടൻസ് ഇസ്ലാമിനെ കാട്ടിലും ന്യൂനപക്ഷ പരിഗണന ക്രിസ്ത്യാനിക്കാണ് കൊടുക്കേണ്ടത്. അവരെക്കാൾ കൂടുതൽ ആദിവാസികൾക്കാണ്. അവരെക്കാൾ തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർക്ക് കൂടുതൽ മിച്ചം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സെമിറ്റിക് മതത്തിന്റെ കൺസെപ്റ്റിൽ പറയാം. അല്ല, മിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ അന്ന് പാകിസ്ഥാനിലേക്ക് കൂടുതൽ മുസ്ലിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി, ഓർത്ത് കേൾക്കണം, അന്ന് ഇന്ത്യ വിഭജനം വന്നു. ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർ തന്നെ, ജനങ്ങൾ തന്നെ ഇവരിവിടുന്ന് പോകരുത്, നമ്മുടെ കൂടെ താമസിച്ചിട്ട് ഇവരിവിടെ താമസിക്കട്ടെ, അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ പരിഗണന അവർക്ക് കൊടുത്തത്. അപ്പോൾ അത് അങ്ങനെയാണ് ഉണ്ടായത്. കാരണം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഇൻസെൻറ്റീവായിരുന്നു ഇവിടുത്തെ ന്യൂനപക്ഷ സംരക്ഷണം. പക്ഷെ അതിനെ പിന്നീട് ചില ആൾക്കാർ ദുരുപയോഗം ഇപ്പോഴും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് പക്ഷേ ഇപ്പോൾ മുസ്ലിം സംഘടനകൾ, അതായത് തീവ്രവാദത്തെ ചെറുക്കരുത്, അതിനെതിരെ സംസാരിക്കരുത്. കാരണം എന്തുകൊണ്ടാ? ന്യൂനപക്ഷമാണേ. പിന്നെ മറ്റ് വൃത്തികേടുകളെ ഒന്നും ചോദ്യം ചെയ്യരുത്, മിണ്ടരുത്. കാരണം എന്തുവാ? ന്യൂനപക്ഷമാണേ. അല്ല, ആ കാഴ്ചപ്പാട് കാര്യമില്ല. അല്ല, ഈ കാഴ്ചപ്പാട് ഉണ്ടെന്നേ. 5% പോലും ഇല്ലെന്ന്. വളരെ ന്യൂനപക്ഷത്തിന് മാത്രമേ അത്തരം കാഴ്ചപ്പാടുള്ളൂ. അല്ലെ SDP കിട്ടിയ വോട്ട് നോക്കിയാൽ മതി. 100 വോട്ട്, 50 വോട്ട്, 60 അത്രയുള്ള മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദ സ്വഭാവവും ചിന്താഗതിയും വെച്ച് പുലർത്തുന്നതാണ്. SDP ഇന്ന് കേരളത്തിലെ പല പഞ്ചായത്തുകളെ നിയോജകങ്ങൾ തന്നെ ഭരിച്ചതിന് അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. ആണോ? മലബാറിൽ എത്ര സീറ്റ് കിട്ടിയ SDP? ഈ ജൂതവിരോധം ഇത് സ്റ്റെം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അത് നമ്മൾ ശരിക്കും ഇപ്പം ചോദ്യം ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനൊരു റൂട്ട് ഉണ്ടല്ലോ.
ഈ ജൂതവിരോധം ഉണ്ടാകാനായിട്ട് ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് വരുന്ന വഴി ഏതാ? ജെറുസലത്തിൻ്റെ നിയന്ത്രണം അവർക്ക് കിട്ടാത്തടത്തോളം കാലം ഇത് ദൈവികമായ ഒരു സങ്കല്പമായിട്ട് അങ്ങ് മാറ്റിയെടുത്തു. ജെറുസലം അവരുടെയാണ്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെ മെക്കയെപ്പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ജെറുസലം. അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ലോകത്തെല്ലാ മതങ്ങളുടെയും നിലനിൽപ്പതാണ്. എല്ലാ മതങ്ങളും അയോധ്യയ്ക്ക് വേണ്ടി ഇവന്മാരിവിടെ കാണിച്ചില്ലേ? BJP ഇതിന് അയോധ്യയ്ക്ക് വേണ്ടി എത്രയോ ക്ഷേത്രങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒത്തിരി ക്ഷേത്രമില്ലേ? അയോധ്യ തന്നെ വേണം നിർബന്ധം പിടിച്ചെന്തിനാ? ഇവിടെ എത്ര ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ അത് മതപരമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇത്തരം താല്പര്യങ്ങൾ ചൂഷണം ചെയ്യും. അതാണ് കാരണം. അതാണ് കാരണം. അപ്പം ഈ യൂറോപ്പ് ഭീതിയിൽ കഴിയണം എന്നാണ് പറയുന്നത്. യൂറോപ്പ് ഭീതി കഴിയുകയില്ല. ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇസ്രായേലിനെ തകർക്കണമല്ലോ. ഇസ്രായേലിനെ തകർക്കാൻ പറ്റില്ല. അല്ല, യൂറോപ്പ് പിടിച്ചടക്കണമെങ്കിൽ ഇസ്രായേൽ തകരണം. അല്ല, ഇസ്രായേൽ തകർന്നാലും തകർന്നില്ലെങ്കിലും യൂറോപ്പ് പിടിച്ചടക്കാനുള്ള ഇവരുടെ ശ്രമം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ 1000 ഇരട്ടി ശക്തി. ഇപ്പോൾ ഒറ്റ കാര്യം കൂടെ ചെറിയ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. ഇസ്രായേലി ഇൻ്റലിജൻസ് പ്ലസ് ഇസ്രായേലി ടെക്നിക്കൽ നോഹോ പ്ലസ് ഇന്ത്യൻ മാൻ പവർ ഡെഡ്ലി കോമ്പിനേഷൻ ആവും അത്യാവശ്യം വരുമ്പോൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവും ലോകത്തിന്. നമ്മളത് ചെന്ന് തലവെച്ച് കൊടുത്തിട്ട് നമ്മൾ കലാപത്തിൽ നിന്നും മാറി പോരുകയാണ്. നമ്മളിങ്ങോട്ട് ആരും ശല്യപ്പെടുത്താൻ പോകുന്നില്ല. ഈ 80% ഹിന്ദു പോപ്പുലേഷൻ കഴിഞ്ഞൊരു 10-100 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. കാര്യമായിട്ട് കൂടുതലും കുറവൊന്നും വന്നിട്ടില്ല. ആരെയും അങ്ങനെ കൺവേർട്ട് ചെയ്യാനൊന്നും ഈ കുറേ പേര് പോവും, കാശ് കിട്ടിയാൽ പോകുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ പോകുന്നവരെല്ലാം തിരിച്ചിങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഫിസിക്കൽ ആയിട്ട് ഇവിടെ കീഴടക്കാനുള്ള കപ്പാസിറ്റി ഇസ്ലാമിനുമില്ല, മറ്റാർക്കുമില്ല എന്ന് ചിന്തിക്കാം. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ഇസ്ലാം പിടിച്ചടക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചിന്ത നല്ല നമുക്ക് ചിന്തിക്കാം. നമുക്കിങ്ങനെ പറയാം വരാൻ പോകുന്നു. അവരും അതാ പറയുന്നത്. അല്ല, ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അല്ല, അവരും വരുന്നത് അവർ പറയുന്നത് RSS നിങ്ങളെ മുഴുവൻ അടിച്ചു. അതായത് ലോകം മുഴുവൻ എൻ്റെ കാലിൻ്റെ കീഴിൽ കൊണ്ടുവരിക, എൻ്റെ നാഥന്റെ ശബ്ദം നീയും കേൾക്കണം, ലോകം മുഴുവൻ ഞാനാൽ ഭരിക്കപ്പെടുന്നൊരു ലോകം. ഈ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഈ മൈൻഡ് സെറ്റ് ആര് കൊണ്ട് നടന്നാലും അത് നമ്മൾ ഈ പറയുന്ന സാമ്രാജ്യത്വപരമായിട്ടുള്ള ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നിലപാടാണ്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കുറേ ദിവസങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാർ സംസാരിക്കുകയാണ് പച്ചയ്ക്ക്. പുറത്തു നിന്നുള്ളതാണ്, ഇന്ത്യയിൽ നിന്നുള്ളതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണിക്കാം. അവർ പറയുന്നത് അമേരിക്ക ഒരു നാൾ മുസ്ലിം രാജ്യമാകും, റഷ്യ മുസ്ലിം രാജ്യമാകും, ചൈന മുസ്ലിം രാജ്യമാകും, യൂറോപ്പ് മുഴുവൻ മുസ്ലിങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു പിന്നെ നമ്മളെല്ലാം മുസ്ലിമായി കഴിഞ്ഞാൽ തർക്കം എവിടെയാണ്? അപ്പം ഈ ഒരു സാധനം ഉണ്ടല്ലോ, ലോകം മുഴുവൻ മുസ്ലിമാക്കുക, പിന്നെ പ്രശ്നം എന്തൊരു സമാധാനം. അപ്പോൾ നമ്മൾ തമ്മിൽ തല്ലും. അതിൻ്റെ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നല്ല കഥയുണ്ടത് കേട്ടോ. പരസ്പരം തമ്മിൽ തല്ലി ചാകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ലോകം മുഴുവൻ ഒന്നിന്റെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കുന്ന ഈ അമേരിക്കൻ സാമ്രാജ്യത്വം പോലെ തന്നെ അപകടകരമായിട്ടുള്ള ഒരു സാമ്രാജ്യത്വമാണ്. ആ സാമ്രാജ്യത്വത്തിനെതിരെ ശബ്ദിക്കാൻ എന്തുകൊണ്ട് ആർക്കും പറ്റില്ല? അതിന് ആ അപകടം വാക്കാ പറഞ്ഞാൽ പോരാ. വരാൻ പോകുന്നു കുതിര വരുന്നു, അല്ല പുലി വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേ ഓടേണ്ട ആവശ്യമില്ല.